നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കുകയാണെങ്കിൽ നീ തെറ്റ് ചെയ്താൽ നിന്നെയാണ് ശിക്ഷിക്കേണ്ടത്. നീ തെറ്റ് ചെയ്താൽ നിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയല്ല, അത് നീതിയല്ല, നിയമത്തിൻ്റെ മുമ്പിൽ അത് ശരിയല്ല. പക്ഷെ ഈശോ ആ നിയമത്തിൻ്റെ മുൾമുന ഒടിച്ച് പരസ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഈശോ പ്രവർത്തിച്ച 31-ാമത്തെ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കാണുക. ഈശോയുടെ 37 അത്ഭുതങ്ങളിൽ 30 അത്ഭുതങ്ങളെക്കുറിച്ച് മുൻപത്തെ 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ഈശോയുടെ ഈ 31-ാമത്തെ അത്ഭുതം ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതമാണ്. അത് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈശോ ഇതാ ഒരു ഫരിസായ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനായിട്ട് പോകുന്നു. അവിടെ ഒരു മഹോദര രോഗി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈശോ അവിടെയുള്ള നിയമജ്ഞരോടും ഫരിസായരോടും ചോദിക്കുകയാണ്, സാബത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ? അവരൊന്നും മിണ്ടുന്നില്ല. അവരുടെ മനസ്സറിയുന്ന ഈശോ മറുപടി കിട്ടാൻ കാത്തു നിൽക്കുന്നുമില്ല. മഹോദര രോഗിയെ സുഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ പലയിടങ്ങളിലും സാബത്ത് നിയമം ലംഘിച്ചുകൊണ്ട് ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ യഹൂദന്മാരുടെ നിയമാനുഷ്ഠാനത്തിനായുള്ള 6 കൽഭരണികളിലെ ആ പച്ചവെള്ളം, അതാണ് പരസ്നേഹത്തിന് മുന്തിരിച്ചാറാക്കി മാറ്റിയത്. നിയമത്തെ മാറ്റി അവിടെ സ്നേഹം പ്രതിഷ്ഠിക്കുകയാണ്. ലോ ഈസ് റീപ്ലേസ്ഡ് ബൈ ലവ്. ഈ അത്ഭുതങ്ങളിൽ ഉടനീളം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈശോയുടെ മനോഭാവം വളരെ വ്യക്തമാണ്. നിയമജ്ഞരുടെയും ഫരിസായരുടെയും ചിന്ത, അതായത് നിയമത്തെ അള്ളിപ്പിടിക്കുക, സ്നേഹമൊന്നും പ്രശ്നമില്ല, അതാണ് ഫരിസായരുടെയും നിയമജ്ഞരുടെയും മനോഭാവം. അതിനെ മാറ്റിമറിക്കാനായിട്ടാണ് ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും നമ്മൾ കാണുന്നത് തന്നെയാണ്. മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ആ രോഗത്തിന് സൗഖ്യം കൊടുത്ത് വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ വേറൊരു രോഗത്തിനോട് ചികിത്സിക്കുന്നുണ്ട് ഈശോ. അവരുടെ ഉള്ളിലെ രോഗമാണത്. അതായത് നിയമം ലംഘിച്ചു, അതിൽ തെറ്റ് കണ്ടെത്തുക, ചെയ്ത നന്മയല്ല, നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കിക്കൊണ്ട് നിയമത്തിൻ്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുന്ന മനോഭാവത്തെയാണ് ഈശോ ഇവിടെ സുഖപ്പെടുന്നതായിട്ട് ഞാൻ നോക്കിക്കാണുക. മഹോദര രോഗിയെ സുഖപ്പെടുത്തി. അതൊരു നാച്ചുറൽ ഒരു അത്ഭുതം, ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതം ഈശോ പ്രവർത്തിക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങളിലുടനീളം. അത് ഇവരുടെ മാനസികമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് തോന്നുന്നു ഈശോ ഇന്നും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതം ഇത് തന്നെയാണ്. നമ്മുടെ മാനസിക നിലപാട്, അതായത് നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കി മറ്റുള്ളവർ വിമർശിക്കുകയും അതിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തെ ബലി കഴിക്കുകയും ചെയ്യുന്ന രീതി മാറ്റി പരസ്നേഹത്തിന് വേണ്ടി തന്നെ ബലിയർപ്പിക്കുന്ന രീതി ഈശോ സ്വീകരിച്ച വ്യക്തിയാണ്. പരസ്നേഹത്തെ പ്രതിയാണ് ബലിയർപ്പിച്ചത്. നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമായിട്ടാണ് ബലിയർപ്പിച്ചത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബലിയർപ്പിച്ചത്. പരസ്നേഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന യേശുവിൻ്റെ മനോഭാവം. അവിടെ നീതിയല്ല നോക്കുന്നത്. നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കുകയാണെങ്കിൽ നീ തെറ്റ് ചെയ്താൽ നിന്നെയാണ് ശിക്ഷിക്കേണ്ടത്. നീ തെറ്റ് ചെയ്താൽ നിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയല്ല, അത് നീതിയല്ല, നിയമത്തിൻ്റെ മുമ്പിൽ അത് ശരിയല്ല. പക്ഷെ ഈശോ ആ നിയമത്തിൻ്റെ മുൾമുന ഒടിച്ച് പരസ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ മഹോദര രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന അവസ്ഥ ഇതാണ്.
സാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് ശരിയാണോ അല്ലെന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈശോ ഈ സൗഖ്യം കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഈശോ ആദ്യം സുഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അവരുടെ മനസ്സിൻ്റെ മനോഭാവത്തെയാണ്. രണ്ടാമതായിട്ടാണ് ഈശോ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഈ ചിന്ത ഉൾക്കൊണ്ട് ഈശോയുടെ അത്ഭുതം നോക്കി കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നിശ്ചിതമായിട്ട് വിമർശിക്കുക, നിയമത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിയമത്തിൽ അമിതമായി അള്ളിപ്പിടിച്ചുകൊണ്ട് പരസ്നേഹത്തെ ബലി കഴിക്കുക, ഈ മനോഭാവത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ടും കൂടി ഈശോയുടെ സഹായം നമുക്ക് യാചിക്കാം. ഈശോ പ്രവർത്തിച്ച 32ാമത്തെ അത്ഭുതം 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുക. 10 കുഷ്ഠരോഗികൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. അവർ പോകും വഴി സുഖം പ്രാപിച്ചു യേശുവിൽ നിന്നും. ഒരു കുഷ്ഠരോഗി മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയോട് നന്ദി പറഞ്ഞത്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേര് എവിടെ പോയി? 1:10, 10-ൽ 1. ഒരാളാണ് തിരിച്ചു നന്ദി പറഞ്ഞുള്ളൂ. ഇത് നമ്മോടുള്ളൊരു ചോദ്യം കൂടിയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ തരുന്നുണ്ട്, ഓരോ നിമിഷവും നിങ്ങൾ കാത്തു പരിപാലിക്കുന്നു, നേരമുള്ള അന്ത്യാവോളം നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേര് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? തന്നെയല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്ന നല്ലതാ. ആ വന്ന ആളുണ്ടല്ലോ, അതൊരു സമറിയാക്കാരനായിരുന്നു. എന്നിട്ട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ വിജാതീയനല്ലാതെ വേറെ ആർക്കും വന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ? ഒരു വിജാതീയൻ, അവൻ മാത്രമാണ് ഈ ഒരു ചിന്ത വന്നുള്ളൂ. തനിക്ക് വലിയ അനുഗ്രഹം നൽകിയ ഈശോയോട് നന്ദി പറയണമെന്നുള്ള ഒരു ചിന്ത. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഈശോ ഈ വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നന്ദിയുള്ളവരാകണം, ദൈവത്തോട് നന്ദിയുള്ളവരാകണം, നിങ്ങൾ പരസ്പരവും നന്ദിയുള്ളവരാകണം. താങ്ക് യു, നന്ദി എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഞാനൊരു വീട്ടിൽ ഭവന സന്ദർശനത്തിൽ ചെന്നപ്പോൾ പ്രായമായൊരു അമ്മച്ചി, അവർ മരുമകൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുളിപ്പിച്ചു കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം മരുമകൾ. അപ്പോൾ ഞാൻ മരുമകളോട് ചോദിച്ചു, നീ മടുക്കില്ലടി, എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുക, എത്ര നാളായി ഇങ്ങനെ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് അമ്മയെ നോക്കാൻ ഇഷ്ടമാണ്. കാരണം അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നന്ദി മോളെ, നന്ദി മോളെ, നന്ദി മോളെ, എല്ലാം സഹായിച്ചു കൊടുക്കണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് വലിയൊരു ബൂസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. എപ്പോഴും നന്ദി പറയുന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് മനുഷ്യരോടായാലും ദൈവത്തോടായാലും അതെപ്പോഴും അനിവാര്യമാണ്. ദൈവം നമുക്ക് നൽകുന്ന കൃപകളെക്കുറിച്ച് ഇപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നടക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഓരോ നിമിഷവും ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണത്. ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ ഒന്ന് കണ്ണടച്ചേൻ. ഇപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കും. വല്ലതും കാണാനുണ്ടോ? ഇല്ല. കണ്ണ് തുറന്നേൻ. കണ്ണ് തുറന്നു. വല്ലതും കാണുന്നു? കാണുന്നു. കണ്ടോ? ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രയോ കുരുടന്മാരുണ്ട് ഈ ലോകത്തിൽ. അവരുടെ മധ്യത്തിൽ എനിക്ക് കാഴ്ച തന്നിരിക്കും ദൈവം. സോ താങ്ക് യു. അപ്പോൾ ദൈവത്തോട് എപ്പോഴും നന്ദി പറയുന്ന പ്രാർത്ഥനാ മനോഭാവം നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് ഈ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ ആ അത്ഭുതം വഴിയായിട്ട് ഒരാൾ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞപ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം നമുക്കെപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരാകാം. ഈശോ പ്രവർത്തിച്ച 33ാമത്തെ അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. ഈശോ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കല്ലറയിലേക്ക് ചെല്ലുന്നു.
കല്ല് എടുത്ത് മാറ്റാൻ പറയുന്നു. അപ്പം മർത്ത പറയുന്നു വേണ്ട വേണ്ട, 4-ാം ദിവസമായി ദുർഗന്ധം വരും. ഈശോ പറയണ, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും, നിനക്ക് അറിയത്തില്ലേ? കല്ലെടുത്ത് മാറ്റി. ഈശോ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ലാസർ എഴുന്നേറ്റ് പുറത്തു വന്നു. കെട്ടുകളിൽ നാടകൾ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈശോ പറയുന്നു, കെട്ടുകൾ അഴിച്ചു വിടുവിൻ, അവൻ പോകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈശോയുടെ ഉയർപ്പിന് മുമ്പായിട്ട് 3-ാം നാൾ ഉത്ഥാനം ചെയ്യുന്ന ഈശോ തൻ്റെ ഉത്ഥാന രഹസ്യം ഉൾക്കൊള്ളാനായിട്ട് ശിഷ്യന്മാരുടെ മനസ്സിന് ഒരുക്കുകയാണ് 3 ഉയർപ്പ് രംഗങ്ങൾ വഴിയായിട്ട്. 1, വീട്ടിൽ ബാലികയെ ഉയർപ്പിച്ചു. 2, റോട്ടിൽ യുവാവിനെ ഉയർപ്പിച്ചു. 3, കല്ലറയിൽ ലാസറിനെ ഉയർപ്പിച്ചു. എന്നിട്ട് ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അപ്പം മനസ്സിങ്ങനെ ഒരുക്കാണ് ശിഷ്യന്മാരുടെ. അതിൽ അവസാനത്തെ സ്റ്റേജാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സ്റ്റേജ്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ജീവന്റെ ദാതാവ് ക്രിസ്തുവാണ്, യേശുവാണ്, ദൈവമാണ്. അതുകൊണ്ടാണ് മരിച്ച് 4-ാം നാൾ ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ലാസർ പുറത്തു വരുന്നത്. കെട്ടുകൾ അഴിച്ചുവിടാൻ പറയുന്നു, അവൻ പോകട്ടെ എന്ന് പറയുന്നു. ഈ ഒരു വലിയ വലിയ അത്ഭുതം, ദൈവമാണ് ജീവന്റെ ദാതാവെന്നും ഈ ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഈശോ 3-ാം നാൾ ഉത്ഥിതനായി എന്നുള്ള ആ വലിയ രഹസ്യത്തിലേക്ക്, ഉത്ഥാന രഹസ്യത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകണം. ഈശോ പ്രവർത്തിച്ച 34-ാമത്തെ അത്ഭുതമാണ് അന്ധന് വീണ്ടും കാഴ്ച കൊടുക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗത്താണ് നമുക്ക് ഈ അത്ഭുതം കാണാനായിട്ട് സാധിക്കുക. അന്ധനായ യാചകൻ അവിടെ വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ആൾക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ടു. അവന് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ ചെവി അലേർട്ടാണ്. അവനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം പോകുന്നപ്പോൾ അവൻ അന്വേഷിച്ചു. കണ്ടോ, അവൻ അന്വേഷിച്ചു, എന്താ അവിടെ ആൾക്കൂട്ടം പോകുന്നത്? അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഈശോ വഴിക്ക് പോകുന്നുണ്ട്. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോയുടെ കൂട്ടത്തിലുള്ളവർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കടാ, ശബ്ദം ഉണ്ടാക്കല്ലേ. അവൻ ശബ്ദം ഉണ്ടാക്കാതിരുന്നോ? ഇല്ല, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അതാണ് വിശ്വാസം. എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, ഇവരൊക്കെ എന്നെ തടഞ്ഞാലും. ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ അവന് സുഖപ്പെടുത്തി, അവന് കാഴ്ച ലഭിച്ചു. തിരുവചനം പറയുന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി, യേശുവിൻ്റെ പിന്നാലെ പോയി. കാഴ്ച കിട്ടിയപ്പോൾ 2 കാര്യം ചെയ്തത്, ദൈവത്തെ സ്തുതിച്ചു, യേശുവിൻ്റെ പിന്നാലെ പോയി. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ട 2 കാര്യമാണ്. 1, ദൈവത്തെ സ്തുതിക്കണം. 2, യേശുവിൻ്റെ പിന്നാലെ പോകണം. വേറെ ആരുടെയും പിന്നാലെ പോകരുത്. കാഴ്ച കിട്ടി, ഇതൊക്കെ കണ്ടു, ഞാൻ വേറെ എല്ലാവരുടെ പുറകെ പോകരുത്. ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകണം, ദൈവത്തെ സ്തുതിക്കണം. പിന്നെ യേശുവെ വിളിച്ചപേക്ഷിക്കുന്നതിൽ ആരൊക്കെ എന്നെ തടഞ്ഞാലും ഞാൻ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനപ്പുറം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ആർക്കും സാധിക്കത്തില്ല. കാരണം എൻ്റെ ജീവദാതാവാണ് അവിടുന്ന്, എൻ്റെ ജീവനെ സംരക്ഷിക്കുന്നവനാണ് അവിടുന്ന്, എന്നെ ഓരോ നിമിഷവും പരിപാലിക്കുന്നവനാണ് അവിടുന്ന്, എന്നെ അനുഗ്രഹിക്കുന്നവനാണ് അവിടുന്ന്. ഗോഡ് പ്രൊട്ടക്ട്സ് മീ, പ്രൊവൈഡ്സ് മീ, പോഴ്സ് ഹിസ് ബ്ലെസ്സിങ്സ് അപ്പോൺ മീ. ഈ ഒരു ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഈശോയെ അനുഗമിക്കും. ഈശോ പ്രവർത്തിച്ച 35-ാമത്തെ അത്ഭുതമാണ് അത്തിമരത്തെ ശപിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗത്തും 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗത്തുമാണ് ഇതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്തിമരത്തിനടുത്ത് ഈശോ ചെന്നു, ശിഷ്യന്മാരും. നിറച്ച് തൂപ്പ് മാത്രമേ ഉള്ളൂ, ഫലമില്ല, കായകളില്ല. ഉടനെ ഈശോ ആ അത്തിമരത്തെ ശപിക്കുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അത്തിമരത്തിൻ്റെ അതിൽ പോകുമ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ അത് മുഴുവൻ കരിഞ്ഞു നിൽക്കുന്നു.
അപ്പോൾ ശിഷ്യന്മാര് ദേ ഇന്നലെ നീ ശപിച്ച അത്തിവൃക്ഷം എല്ലാം കരിഞ്ഞു പോയില്ലോ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ കാര്യം ഉടനെ നടക്കും. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. കണ്ടോ, ഈശോ ശപിച്ചു, ഉടനെ തന്നെ ആ വൃക്ഷം കരിഞ്ഞു പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് തുടർ ചിന്തകൾ നല്ലതാ. നമ്മളൊക്കെ ഫലം ചൂടാത്ത അത്തിവൃക്ഷത്തെ പോലെ ആകരുത് യേശുവിൻ്റെ ശാപം ഏറ്റുവാങ്ങാനായിട്ട്. നമ്മൾ ഫലമുള്ളവരാകണം, ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ്, അത് ഉറപ്പിക്കാൻ കൂടി ഈശോ ചെയ്തിരിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞില്ലേ, ഇതേ കരിഞ്ഞു നിൽക്കണമെന്ന് പറയുമ്പോൾ ഈശോ ഉടനെ തന്നെ പറയുന്നത് കരിഞ്ഞ കാര്യമല്ല പറയുന്നത്, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മല പോലും മാറിപ്പോകുമെന്ന്, ഏത് കാര്യവും നടക്കുമെന്ന്. അപ്പം ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അതും കൂടി ആ ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിക്കുമെന്ന് ഈശോ പറയുന്നു. അവിടെ ആ 25-ാം തിരുവചനം ശ്രദ്ധിക്കുന്ന നല്ലതാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കണ്ടോ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ബേസിക് കണ്ടീഷനും കൂടി ഇവിടെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ആരോടും മനസ്സിൽ വെറുപ്പും വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. അതെടുത്ത് കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കത്തുള്ളൂ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ ഇല്ലേ, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. നമ്മളറിയാണ്ട് ഈശോയോട് പറയാണ്, ഈശോയെ ഞങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൾ നീ ക്ഷമിക്കേണ്ട എന്ന് പറയാൻ അറിയാതെ ഈ പ്രാർത്ഥനയിലൂടെ. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം, ആരോട് ശത്രുത പുലർത്താൻ പാടില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട ബേസിക് കണ്ടീഷനാണ് പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി അവസരം സൃഷ്ടിക്കണമെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ തിരുവചന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഈശോ പ്രവർത്തിച്ച 36-ാമത്തെ അത്ഭുതം പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 50-51 തിരുവചനങ്ങളിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാൾ ആവേശം മൂത്ത് പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി വെട്ടി, മുറിവുണ്ടായി, ചെവി ഛേദിച്ചു. ഉടനെ ഈശോ പറഞ്ഞു, നിർത്ത്. ഈശോ ചെവി തൊട്ടു, ആ ചെവി സുഖപ്പെട്ട് പഴയതുപോലെയായി. അക്രമ രീതി നമുക്ക് പറഞ്ഞിട്ടില്ല, ഈശോ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അക്രമ രീതി നമുക്ക് പറഞ്ഞിട്ടില്ല. ശത്രുത നമുക്ക് വേണ്ട. നമ്മളോട് ശത്രുതയിൽ പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് ശത്രുതയിൽ പെരുമാറരുത്. വലിയൊരു സത്യം പഠിപ്പിച്ചുകൊണ്ടാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള വലിയൊരു സത്യം പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഒരു അത്ഭുതം പ്രവർത്തിക്കുക. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തുന്നത്. ഈ ഒരു വലിയ അത്ഭുതം നമ്മയും വലിയൊരു പാഠം പഠിപ്പിക്കണം. ഒരിക്കലും ആരോടും പകപോക്കരുത്. പകപോക്കുന്ന പ്രവർത്തന ശൈലി ക്രൈസ്തവന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടില്ല. ക്ഷമിക്കുന്ന പ്രവർത്തന ശൈലിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ആരെയും ആക്രമിക്കാൻ പോകരുതെന്ന് ഈശോ വ്യക്തമാക്കി തരാണ് നമ്മളോട് ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്. ഈശോ പ്രവർത്തിച്ച 37-ാമത്തെ അത്ഭുതമാണ് തിബേരിയൂസ് കടൽ തീരത്തെ അത്ഭുത മീൻപിടുത്തം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 4 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. രാത്രി മുഴുവന് കഠിനാധ്വാനം ചെയ്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ
ഉത്തിതനായ ഈശോ ഇതാ തിബേരിയസ് കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വല്ല മീനുണ്ടോ? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വള്ളത്തിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞു. അവർ പോയി വചനമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ധാരാളം മത്സ്യങ്ങൾ കിട്ടി. അവർ വന്നപ്പോൾ ഈശോ ഇതാ അവർക്ക് കഴിക്കാനുള്ള പ്രാതലൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നു. ഉത്തിതനായ ഈശോ, ഉത്തിതനായ യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇതാ അത്ഭുതമായ മീൻപിടുത്തം സംഭവിക്കുകയാണ്. ഉത്തിതനായ ഈശോ ഇതാ അവർക്ക് അപ്പം തയ്യാറാക്കി കൊടുക്കുന്നു. അവർ പിടിച്ച മത്സ്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് അതും തയ്യാറാക്കി കൊടുക്കുന്നു. ഒരു പാചകക്കാരൻ്റെ റോളിലേക്ക് ഈശോ മാറുന്ന ഒരു രീതിയാണ് തിബേരിയസ് കടൽ തീരത്ത് ഞാൻ നോക്കിക്കാണുക. ഉത്തിതനായ ഈശോ ഇതാ ഭക്ഷണം വിളമ്പുന്ന, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന ഒരാളുടെ റോളിലേക്ക് മാറുന്നു. അതുതന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. കുർബാനകളിൽ ഭക്ഷണം കൊടുക്കാൻ, പക്ഷെ ഇവിടെ ഭക്ഷണം തന്നെയാണ് ഭക്ഷണമായി കൊടുക്കുന്നത്. അവിടെ ഭക്ഷണം ഒരുക്കി കൊടുത്ത് ഇവിടെ തന്നെ ഭക്ഷണമായി കൊടുക്കുകയാണ് കുർബാനകളിൽ. ഈശോയുടെ വലിയ സ്നേഹം ഈ 37ാമത്തെ അത്ഭുതത്തിലൂടെ അവിടുന്ന് പ്രകടമാക്കുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ചാലാണ് ഫലമുണ്ടാവുക എന്നുള്ള കൃത്യമായ ചിന്തയും അവിടെ വ്യക്തമാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് അവർക്ക് ധാരാളം മത്സ്യങ്ങൾ ലഭിക്കുന്നത്. നമ്മുടെ സഭയിൽ വചനത്തിനനുസരിച്ച് നീങ്ങുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 37 അത്ഭുതങ്ങളിലൂടെ ഈശോ വലിയ വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാന മനോഭാവം അത് ആദ്യത്തെ അത്ഭുതത്തിൽ തന്നെ ക്ലിയറാണ്. വി ഷുഡ് റീപ്ലേസ് ലോ വിത്ത് ലവ്. ദാറ്റ്സ് എ ബേസിക് തിങ്. വി ഷുഡ് റീപ്ലേസ് ലോ വിത്ത് ലവ്. നിയമത്തെ മാറ്റി അവിടെ സ്നേഹം പ്രതിഷ്ഠിക്കണം. സ്നേഹത്തിനാണ് ഊന്നൽ. ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സാണ് ഈ 37ാമത്തെ അത്ഭുതത്തിൽ താൻ അവരുടെ പാചകക്കാരനായി മാറുന്നൊരവസ്ഥ. തിന്നു മക്കളെ, ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഈശോ. നോക്കുക ആ സ്നേഹത്തിൻ്റെ പാരമ്യം. ഇനി എനിക്ക് ഈ 37 ഈശോയുടെ 37 അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡുകൾ കാണുകയായിരുന്നു. ഇതിന് സമാപനത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ അത്ഭുതങ്ങളൊക്കെ അതിൽ തന്നെ വലിയ പ്രാധാന്യമില്ല. അതിനേക്കാളും പ്രാധാന്യം ദൈവരാജ്യത്തിനാണ്. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സഹായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അത്ഭുതങ്ങളൊക്കെ. അത്ഭുതങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ. ഈശോയുടെ അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ അത്ഭുതങ്ങൾ തേടി നടക്കുന്ന ഒരാളായി മാറരുത് നമ്മൾ. അത്ഭുതങ്ങളൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിശ്വാസം അത്ഭുതങ്ങൾക്കെല്ലാം അതീതമാണ്, യേശുവുമായുള്ള ബന്ധത്തിൽ. അപ്പോൾ ഇന്ന് ചിലപ്പോഴൊക്കെ രോഗശാന്തികളും അത്ഭുതങ്ങളിലും മാത്രം ഊന്നിയ ആധ്യാത്മികതയിലേക്ക് ചിലപ്പോൾ നമ്മുടെ വിശ്വാസം വഴിമാറി പോകുന്നുണ്ടോ എന്നൊരു ചിന്ത എനിക്കുണ്ട്. തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് അതിനൊക്കെ. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം യേശുവുമായുള്ള ബന്ധത്തിലും യേശു നൽകിയ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരസ്നേഹത്തിൽ ജീവിക്കുന്നതിലുമാണ്. ശത്രുതയും വെറുപ്പും വെടിഞ്ഞ് പരസ്നേഹത്തിൽ ജീവിക്കുന്നതിനാണ് പ്രാധാന്യം. യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട്. ഒരു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കിട്ടിയില്ല, അപ്പം ഞാൻ പഠിക്കില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും രോഗശാന്തി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് ഓടുന്ന രീതി, എവിടെ അത്ഭുതമായിട്ട് അങ്ങോട്ട് ഓടുന്ന രീതി. അങ്ങനെ അത്ഭുതങ്ങൾ തേടി നടക്കുന്ന ആളുകളാകരുത് നമ്മൾ. അത്ഭുതങ്ങളൊക്കെ യേശുവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരാൻ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും. ഞാൻ ലോകത്തിനകത്ത് അത്ഭുതങ്ങൾ പറയും, കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ.
നമ്മളിപ്പോൾ കാണുന്ന അത്ഭുതങ്ങൾ ഇതെല്ലാം യേശുവിലേക്ക് നമ്മെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചാലുകളായിട്ട് കാണാം. അതിൽ കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്കരുത്. ഈശോയുടെ പഠനങ്ങൾ അത് പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ക്രൈസ്തവ ജീവിതശൈലി, അതിനായിരിക്കണം ഊന്നൽ. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറാനായിട്ട് ഈ 37 അത്ഭുതങ്ങൾ, ഈശോ പ്രവർത്തിച്ച 37 അത്ഭുതങ്ങളും സഹായകമാകട്ടെ. ജീവൻ്റെ ദാതാവാണ് ഈശോ, ദൈവം. ജീവൻ്റെ സംരക്ഷകനാണ് ദൈവം. ജീവനെ പരിപാലിക്കുന്നവനാണ് ദൈവം. ജീവന് ഉള്ള നമുക്ക് നിരന്തരം അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് ദൈവം. ഈ തിരിച്ചറിവ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും യേശുവിനോട് അടുത്ത് നമുക്ക് ഒന്നായി ചേരാം. മറക്കരുത്, ഹിസ് മെയിൻ എയിം ഈസ് ടു റീപ്ലേസ് ലോ വിത്ത് ലവ്. ലവ്, ലവ്, ലവ്. ഈശോയ്ക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.